ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നല്ല തണുപ്പുള്ളൊരു ദിവസത്തെ രാത്രിയിലുള്ള കുറച്ചെടുത്ത വീഡിയോസാട്ടോ. ഒന്ന് രാത്രിയായപ്പോൾ ഡിന്നർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞ ചോറൊന്നും ആർക്കും വേണ്ട, നല്ല തണുപ്പല്ലേ, അപ്പോൾ രാത്രി തണുപ്പത്തൊന്നും ചോറ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ കുറച്ച് ചപ്പാത്തിയുടെ മാവ് രാവിലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിയും അപ്പം തലേന്ന് 2 ദിവസം മുന്നേ വീക്കെൻഡ് ആയതുകൊണ്ട് മാർക്കറ്റിലൊക്കെ പോയതുകൊണ്ട് കുറച്ച് മീനും ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം വിചാരിച്ചു ഇറച്ചിയും എന്താ പറയുക പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ട് ഞാൻ കുറച്ച് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു കേട്ടോ. കാരണം നല്ല തണുപ്പായിരുന്നു. കിച്ചണിൽ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ തണുപ്പത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് കുപ്പി ഞാൻ ആ നല്ല ചൂടുണ്ടാവില്ലേ, ഏതായാലും അടുപ്പ് ഒക്കെ കത്തുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കിൽ വെച്ച് കൊടുത്തതാട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ടോ, പത്തിരിക്ക് വെച്ചതാണ് ഞാൻ വെള്ളം. അപ്പോൾ അതിന് കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് ശരീരം ഒന്ന് ചൂടാവുമല്ലോ. അപ്പോൾ 1 കപ്പ് മാവാട്ടോ, ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പ് പത്തിരിപ്പൊടി കൊണ്ടുള്ള പത്തിരി മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുറച്ചും കൂടെ തിളയ്ക്കാനുണ്ട് കേട്ടോ. അപ്പം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കയ്യിലുകൊണ്ടാണ് പത്തിരി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാത്രത്തിൽ അരിപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ പത്തിരി ഉണ്ടാക്കുമ്പം അത് നന്നായിട്ട് വരണമെങ്കിൽ ആ കുഴയ്ക്കുന്ന രീതിയിലാട്ടോ ആ പത്തിരി നന്നായിട്ട് വരുള്ളൂ, നല്ല സോഫ്റ്റായിട്ടൊക്കെ വരിക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇടയ്ക്കൊന്നിങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, നല്ല വെള്ളം കൂടി പോവാതെ നോക്കണേ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പത്തിരിയായി വരില്ല കേട്ടോ. അങ്ങനെ ഞാൻ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പത്തിരി കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഴക്കുകയാണ് ഞാൻ. ഇപ്പോൾ നല്ല ചൂടല്ലേ, വെള്ളം ഒഴിച്ചപ്പോൾ നല്ല ചൂട് ആവി പറക്കുന്നത്. അപ്പോൾ നല്ല സുഖം കേട്ടോ. തണുപ്പത്ത് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ നല്ല സുഖമാണ്, നമ്മളെ ഗ്യാസിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ എടുത്ത് വെക്കുകയാണേ. അപ്പോൾ സവോള 2-3 സവോള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് അരിഞ്ഞ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ്, സവോളയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വേഗം പിന്നെ സവോളയൊക്കെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം കറി വേഗമാവുമല്ലോ. അപ്പോൾ ഓൾറെഡി ഞാൻ ബീഫ് ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ബീഫ് ഞാൻ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പോയി മീനൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ചാണ് മീനൊക്കെ വാങ്ങിക്കുക. നമുക്ക് നാട്ടിലെ മാതിരി അന്നന്ന് പോയി വാങ്ങിക്കാനുള്ള സൗകര്യവും ഇല്ല. പിന്നെ ചേട്ടനാണെങ്കിൽ പോയി വാങ്ങിക്കാനും അന്നന്ന് പോയി വാങ്ങിക്കാനും പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു വീക്കെൻഡിലാണ് സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് ഞാനൊരു 3-4 വിസിലടുപ്പിച്ച് വെച്ചതാട്ടോ, ഇറച്ചി വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി സവോള നന്നായിട്ട് നമുക്കെല്ലാം ഒന്ന് ഒരു തക്കാളിയാണ് എടുത്തിട്ടത്. ആകെ 2 തക്കാളി ഉണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം കറക്കി എടുക്കാൻ വെച്ചിട്ട് 1 തക്കാളി എടുത്ത് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്തു വെച്ചതാട്ടോ. അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ വേവിച്ച് വെച്ച മസാലയൊക്കെ ചേർത്തിട്ടാട്ടോ വേവിച്ചത്. അപ്പോൾ ഒരു പകുതി വേവായല്ലോ. അപ്പോൾ പിന്നെ ഇനി പെട്ടെന്ന് പണി കഴിയും ചെയ്യും. സവോളയൊക്കെ ഒന്ന് അരിഞ്ഞൊന്ന് വഴറ്റേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സവോള വെച്ചാൽ ഭയങ്കര കണ്ണെരിച്ചില്ല ഈ സവോളയ്ക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ മെല്ലെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തിരുന്ന എൻ്റെ മോളൊന്ന് എടുത്ത് തന്നതാട്ടോ. അപ്പം അവിടുന്ന് എന്തെല്ലൊക്കെയോ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുപ്പിയിലുള്ളത് കുറച്ചൊന്ന് ചൂടായിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു വേറെ സ്റ്റീൽ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്റ്റീൽ പാത്രത്തെ വെളിച്ചെണ്ണ ആ പാത്രത്തിൽ ഇറക്കി വെച്ചതാണ്. പക്ഷെ അതായില്ല കേട്ടോ, കുറച്ച് സമയം എടുത്തു. അപ്പം ഞാൻ ആ കുപ്പിയിലുള്ള വെളിച്ചെണ്ണ കുറച്ചായിട്ടുണ്ട്. അപ്പം ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സവോള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അടച്ച് വെച്ചാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെയാകുമ്പം പെട്ടെന്ന് വഴണ്ട് വരുമല്ലോ.
അങ്ങനെ ഇതാ നന്നായിട്ട് അത്യാവശ്യമൊക്കെ സവോള വഴണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് തക്കാളി, നമ്മളെ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർക്കും കേട്ടോ. തക്കാളിയും പച്ചമുളകും അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി വെക്കുക ചെയ്യുന്നത്. എന്നിട്ടൊന്ന് അടച്ചു വെക്കൂ കേട്ടോ. തക്കാളിയൊക്കെ ഇട്ട് അടച്ച് വെച്ച് പിന്നെ ഇതാ അതിലേക്ക് വേണ്ട മസാല, കുറച്ച് മസാല ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ വേവിച്ച സമയത്ത് മല്ലിയും മുളകും മഞ്ഞളും കുരുമുളകും ഒക്കെ ചേർത്തിട്ടാണ്, ഗരം മസാലയൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 1.5 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് അത് ഒരു അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. തക്കാളി വേവാനാണ് കുറച്ച് പണി കേട്ടോ. ആ തക്കാളിക്ക് എത്ര നേരത്തെ ഇട്ടാലും കുറച്ച് സമയം എടുക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇവിടുത്തെ തക്കാളിക്ക് കുറച്ചൊരു വേവ് കൂടുതലാണ്. അപ്പോൾ ഇതാ മസാലയൊക്കെ ചേർത്ത്, കുരുമുളക് പൊടി കേട്ടോ ഞാൻ ലാസ്റ്റ് ചേർത്തത്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്ത് ഇങ്ങനെ അടച്ചു വെച്ച് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതാ നന്നായിട്ട് ഏകദേശമൊക്കെ വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ തണുപ്പത്ത് അല്ലേ വെച്ചത്, അപ്പോൾ അതിൻ്റെ ആ നെയ്യൊക്കെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത്, ഉപ്പൊക്കെ ഉണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഓൾറെഡി വേവിച്ചപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാള വഴറ്റിയ സമയത്തും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചൂടുവെള്ളം അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കുറച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പം ഇളക്കി കൊടുത്തിട്ട് നമ്മളത് ആ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ പാകത്തിനാണോന്ന്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ചപ്പാത്തീൻ്റെ ഒരു മാവ് കുറച്ചുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയായി പോകുമല്ലോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് ചപ്പാത്തിയും ചൂടാം, പിന്നെ പോരാത്തത് കുറച്ച് പത്തിരിയും ചൂടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ പത്തിരി അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്, ചപ്പാത്തിയുടെ മാവ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മെല്ലെ എടുത്തിട്ട് അപ്പോഴേക്കും എനിക്ക് കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി അപ്പുറത്തെ സ്റ്റൗവിലേക്ക് ഞാൻ ആ ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചപ്പാത്തീൻ്റെ മാവ് ഇങ്ങനെ ഉരുളയാക്കി വെക്കുമല്ലോ, അങ്ങനെ 5-6 ഉരുളയെ കിട്ടിയിട്ടുണ്ടായുള്ളേ. അപ്പോൾ ഇനി ബാക്കി പോരാത്തതിന് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. അങ്ങനെ ഇതാ മാവെല്ലാം കുഴച്ച് വെച്ചു. അപ്പം ചപ്പാത്തി ചൂടാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോഴേ ഞാനിതാ പിന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഇപ്പുറത്തെ സ്റ്റൗവിലേക്ക് തന്നെ വെച്ചു കേട്ടോ ചട്ടി. പിന്നെ തിരിച്ച് അപ്പുറത്തേക്ക് തന്നെ ഞാൻ എന്താ പറയുക ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് തവ മാറ്റി വെക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, എനിക്കവിടെ കുഴയ്ക്കാനുള്ള സൗകര്യങ്ങൾ, ഞങ്ങളെ കിച്ചൺ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് സൗകര്യങ്ങൾ കുറച്ച് കുറവാണ്. അപ്പോൾ എനിക്ക് കുഴച്ച് ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാട്ടോ ഞാൻ അങ്ങോട്ട്, കുഴയ്ക്കാന്ന് പറഞ്ഞാൽ പരത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് ഞാൻ അങ്ങോട്ടേക്ക് വെച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അടി പിടിക്കാതെ നോക്കണമല്ലോ. അപ്പോൾ ഞാനതാ നല്ലപോലെ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ അടച്ചു വയ്ക്കുക ചെയ്യണത് കേട്ടോ. അതൊക്കെ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ അപ്പുറത്തുനിന്ന് ഞാൻ ചപ്പാത്തി മാവ് ഞാനിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പരത്തി ഒരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചുട്ട് കഴിയാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറേശ്ശെ പരത്തിയിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോഴതാ ഞാൻ പത്തിരി
പത്തിരിയിൽ നിന്ന് തന്നെ വന്നു പോകുന്നു കേട്ടോ. ചപ്പാത്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചപ്പാത്തി ചുട്ടത്, പിന്നെയാണ് ഞാൻ പത്തിരി ചുട്ടത്. അപ്പം ചപ്പാത്തിക്ക് ഇതാ ഞാൻ തവ ചൂടായതിന് ശേഷം ചപ്പാത്തി ചൂടുക കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചപ്പാത്തി ഇവിടെ ചൂടാറ്. ഇങ്ങനെ ഫുൾക്കായിട്ട് ഇങ്ങനെ ചുടൂലേ, നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ലോണം ചൂടായിട്ട് സ്റ്റൗവിലിട്ട് ചുട്ടെടുക്കൂലേ, അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിവിടെ എല്ലാവർക്കും അത് ഇഷ്ടമുള്ള കാര്യം കേട്ടോ, കുട്ടികൾക്കായാലൊക്കെ. അപ്പം ഞാൻ അങ്ങനെയാണ് ചപ്പാത്തി ചുടാറ്. അത് നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ 5-6 ചപ്പാത്തിയല്ലേ ഉള്ളൂ, പെട്ടെന്ന് സംഭവം കഴിയില്ല. അപ്പം ഞാനതെല്ലാം പെട്ടെന്ന് അപ്പുറത്തുനിന്ന് ഞാൻ പരത്തുന്നുണ്ട് കേട്ടോ. പരത്തിയത് ആ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക ചെയ്യണത്. അങ്ങനെയെല്ലാം പരത്തലും ചുടലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഇതാ പരത്തി കഴിഞ്ഞു. ഇനി ലാസ്റ്റിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. പൊതുവേ എനിക്ക് ചപ്പാത്തി പരത്താൻ അത്ര അറിയില്ല, എന്നാലും ഞാനിങ്ങനെ ഒരു ചെറുതായി ആ വട്ടത്തിലേക്ക് എത്തി കൊണ്ടുവരും കേട്ടോ എങ്ങനെയായാലും. അപ്പോൾ ലാസ്റ്റ് അങ്ങ് കൊളായിപ്പോയി ആ ചപ്പാത്തി. അപ്പോൾ ഞാൻ അതൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കറി ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പത്തിരി ചുടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. പത്തിരി ചുടാൻ വേണ്ടിയിട്ട് ഞാൻ പത്തിരി പ്രസ്സിലാണ് ചുടാറുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പത്തിരിക്ക് മാവ് കുഴച്ച് വെച്ചല്ലോ. അപ്പോൾ എന്നിട്ട് അത് നമുക്ക് വേണ്ടത് ഓരോരോ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ പത്തിരി ചുടാൻ വേണ്ടി 2 കവർ ഇങ്ങനെ ആ പത്തിരി പ്രസ്സിൻ്റെ വട്ടത്തിന് കണക്കാക്കിയിട്ട് ഞാനത് മുറിച്ച് വെക്കും കേട്ടോ. അങ്ങനെയാകുമ്പം നമുക്ക് 2 കവർ മുറിച്ച് വെച്ചാൽ 1 കവർ അടിയിലും 1 മേലെയും വെച്ചിട്ട് കുറച്ച് ഒരു വിരലിലൊരു കുറച്ച് എണ്ണ തൂവിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിന് കിട്ടുകയും ചെയ്യും. നല്ല കനം കുറഞ്ഞ പത്തിരി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ഓൾറെഡി ചപ്പാത്തി പരത്തി വെച്ച മാതിരി പത്തിരി ഞാനൊരു പരത്തി വെക്കുക കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് സംഭവം കഴിയുമല്ലോ. പത്തിരിയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അപ്പോഴേക്കും നമ്മളെ കറിയും റെഡിയാവും. നമ്മളെ പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പെട്ടെന്ന് കിച്ചണിന് വേഗം പോന്നാലേ എന്താ പറയുക രക്ഷയുള്ളൂ. സുഖമാണ് ഈ തണുപ്പത്ത് നമുക്ക് ഈ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുന്നത് എങ്കിൽ കൂടിയിട്ടും. പിന്നെ അപ്പോഴേക്ക് തണുപ്പ് കൂടി കേട്ടോ. തലേന്ന് രാത്രി 4 ഡിഗ്രിയൊക്കെ ആയിരുന്നു കേട്ടോ തണുപ്പ്. അപ്പോഴിതാ ഞാനിങ്ങനെ ആ വീഡിയോ എടുത്ത് തരുന്ന ആൾ എൻ്റെ മോളാണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് എന്തെല്ലാമൊക്കെയോ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ വെറുപ്പിച്ച് കളിക്കുക കേട്ടോ ആ തണുപ്പത്ത്. അപ്പം വന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ പത്തിരിയും കൂടി ചൂടുകയാണേ. അപ്പോൾ വെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാക്കാൻ മടിയായിട്ട് പച്ചവെള്ളം എടുത്ത് കുടിക്കട്ടെ. അപ്പം ഞാൻ അതിനെ ദേഷ്യം പിടിച്ചിട്ടിരിക്കുകയാണേ. അപ്പോൾ പോയിട്ട് പിന്നെ ഞാനവിടെ കെറ്റിൽ വെള്ളം ചൂടാക്കി അതെടുത്ത് കുടിക്കാൻ പറയാൻ ഞാൻ. അപ്പോൾ അതിനെ ഞാൻ അവളെ നോക്കിയതാട്ടോ അത്. കാരണം പച്ചവെള്ളം കുടിച്ചിട്ട് ഓൾറെഡി അവൾക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ്. എന്നിട്ടും പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് അപ്പം എനിക്ക് ദേഷ്യം വന്നതാട്ടോ. കാരണം പച്ചവെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമ്മളെ തൊണ്ടയ്ക്ക് ഒക്കെ പണിയായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ഓൾറെഡി ഇപ്പോൾ ആ സമയത്ത് എനിക്ക് വയ്യാതെ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേതാ പത്തിരിയൊക്കെ ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പത്തിരി ചുടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. പണ്ടൊക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്ത് അത് നല്ല ഈസി ആയിട്ടോ. അത് നല്ലോണം പാന് നന്നായി ചൂടായിട്ട് ഈ പത്തിരി നമ്മൾ പരത്തി വെച്ച പത്തിരിയിൽ അത് ഇടുക ആദ്യം. ഇട്ടതിന് ശേഷം നമ്മൾ പത്തിരി വെന്തോ എന്നുള്ളത് അറിയുന്നത് കേട്ടോ. ചുടുന്ന രീതിയാണ് ഞാൻ പറയണത്. ഇപ്പം നമ്മൾ ഓൾറെഡി പത്തിരി ഇട്ടു. അപ്പം ഇട്ട ആ ഭാഗത്ത് കൂടെ നമുക്കിങ്ങനെ ഒരു പുക വരും. നന്നായിട്ട് പുക വന്നു കഴിഞ്ഞാൽ അടിവശം വെന്തു എന്നാണ് കേട്ടോ. എന്നിട്ട് അതിനെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പം അവിടെ നിന്ന് നമുക്ക് പുക ഇങ്ങനെ വരും. കുറച്ച് ആ ഇട്ട ഭാഗം വെന്ത് കഴിയുമ്പോൾ കുറച്ച് പുക വരും. ആ പുക വരുമ്പോൾ ആ മറിച്ചിട്ട ഭാഗം ഏകദേശം വെന്തു എന്നാട്ടോ. എന്നിട്ട് നമ്മൾ 3ാമത് തിരിച്ചിടുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. ഇപ്പോൾ കണ്ടത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോഴാണ് പത്തിരി പാകമായി എന്നുള്ളതാട്ടോ അതിൻ്റേത്. എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ അപ്പോൾ അതാ ഞാൻ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അതിനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അമർത്തി കൊടുത്തിട്ട് അതിന് നമുക്ക് പിന്നെ വെന്തല്ലോ. എന്നിട്ട് നമുക്ക് കാസറോളിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പത്തിരികളും ചുട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ കറി വെന്തല്ലോ, കറി ഒന്ന് വറവിടണമല്ലോ. ഈ എന്താ പറയുക ചെറിയ ഉള്ളി താളിച്ചിടൂലേ. അപ്പം ഞാനൊരു ചെറിയ പാത്രത്തിലപ്പുറത്ത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് താളിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു പാത്രത്തിൽ ചെറിയ ഉള്ളി വെളിച്ചെണ്ണ ഏകദേശം അപ്പോഴേക്ക് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ ഉള്ളിയാണ് ഇട്ടത്. ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് വറവ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെന്ത കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് വീഡിയോ ഞാൻ ഓൺ ചെയ്തായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒഴിക്കുന്ന വീഡിയോ ഒന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് കറിയിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ.